ഈ നാട്ടിൻപുറത്ത് നമ്മൾ വലിയ കുടുക്കിലൊക്കെ പെടുമ്പോൾ ചിലരെ ചതിച്ച കഥയും വഞ്ചിച്ച കഥയും പറ്റിച്ച കഥയൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ അവനാണ് കൂട്ടിന് വിളിച്ചുകൊണ്ട് പോയി അവനെ ഇങ്ങനെ ആക്കിയത്, അല്ലെങ്കിൽ പോയി പെട്ടുപോയതാണ്, യവൻ പാവമായിരുന്നു, അല്ലെങ്കിൽ അവൻ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, മറ്റേ ദുഷ്ടനാണ് വിളിച്ചുകൊണ്ട് പോയി വലച്ചു കളഞ്ഞത് എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ അതുപോലൊരു സ്റ്റേറ്റ്മെൻറ്റ് അമേരിക്കൻ സെനറ്റർ ബേണി സാൻഡേഴ്സ് പറഞ്ഞു. നെതന്യാഹു എന്ന് പറയുന്ന ഒറ്റ ഒരുത്തനാണ് ഈ ട്രംപ് എന്ന് പറയുന്ന പോഴനെ വിളിച്ചുകൊണ്ട് പോയി യുദ്ധത്തിൽ ഏർപ്പെടിയിച്ച് അമേരിക്കയുടെ യുദ്ധമാക്കി മാറ്റി അവസാനം ഇപ്പോൾ പുറത്തു കടക്കാൻ വയ്യാത്ത സ്ഥിതിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന തരത്തിൽ. പണ്ടിലെ ഒരു കുരങ്ങൻ തടി മുറിക്കാൻ ആപ്പ് വെച്ച ശേഷം അതിൻ്റെ മുകളിലിരുന്ന് അറുത്തുകൊണ്ടിരുന്നപ്പോൾ സംഭവിച്ചതുപോലെ വല്ലാത്തൊരു കുടുക്കിലിരുന്ന് അമർന്ന് ഞെരിഞ്ഞിരിക്കുകയാണ് നെതന്യാഹു എന്ന് പറഞ്ഞത് ബേണി സാൻഡേഴ്സ് എന്ന് പറയുന്ന വലിയ സെനറ്ററും സോഷ്യലിസ്റ്റുമായ, പലപ്പോഴും യുദ്ധത്തിനെ സംബന്ധിച്ചും മനുഷ്യപക്ഷത്തു നിന്നും വർത്തമാനം പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടപ്പോൾ എനിക്കത് വളരെ ശരിയായൊരു കാര്യമാണെന്ന് തോന്നി. ട്രംപിന് ഇങ്ങനൊരു യുദ്ധം ഉടൻ ആരംഭിക്കാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മിഡിൽ ഈസ്റ്റിലെ വിമാനമൊക്കെ വാങ്ങിച്ച് കളിച്ച് അതിൽ രമിച്ച് സുഖിച്ച് ഒക്കെ നിൽക്കുകയാണ്. അതിനിടയിൽ മറ്റേ എപ്സ്റ്റീൻ ഫയൽ പുറത്തു വന്നു. ആ എപ്സ്റ്റീൻ ഫയലോ മറ്റോ കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്താണ് ഇതുപോലൊരു യുദ്ധത്തിന് രംഗത്തിറക്കി പെട്ടുകിടക്കുന്നത്. കഴിഞ്ഞ ദിവസം പുള്ളിയുടെ ഒരു ഇനാം പ്രഖ്യാപനം കേട്ടില്ലായിരുന്നു. $10 ലക്ഷം നമ്മുടെ മുജ്തബ ക്യാംനെയെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതിന്. എന്ന് വെച്ചാൽ അദ്ദേഹത്തെ വിറ്റെടുക്കാൻ ഇപ്പോൾ കിട്ടുന്നില്ല. നേരത്തെ കാംനെയെയൊക്കെ മൊസദിനെ ഉപയോഗിച്ച് വിലപേശി വാങ്ങിച്ചാണ് ആ ദൗത്യം ചെയ്തത്. ഇറാൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് അവരിനി അതുകൂടി കരുതിയായിരിക്കും ഇദ്ദേഹത്തിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാക്കുന്നത്. ആ വിവരങ്ങളൊന്നും കിട്ടാതെ വരുന്നു. എന്ന് വെച്ചാൽ ഇറാൻ കുറച്ചുകൂടി ഒറ്റക്കെട്ടായി സെറ്റാവുന്ന ഒരു നിലയിലേക്ക് ഈ കുഞ്ഞുങ്ങളുടെ മരണവും അവരുടെ രാജ്യത്തിന് മേലുള്ള ഈ അപകടവും ഒക്കെ എത്തിച്ചു എന്നതാണൊരു സ്ഥിതിവിശേഷം. അപ്പോഴാണ് മറുവശത്തുനിന്ന് രണ്ട് വാർത്ത കാണുന്നത്. ഒന്ന്, ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇൻ ഇറാഖ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അവകാശപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ എംബസി, വളരെ ഗ്രീൻ സോണിലാണ് ബഗ്ദാദിൽ അമേരിക്കൻ എംബസി ഉള്ളത്, അതിനെ തങ്ങളാണ് ആക്രമിച്ച് തകർത്തതെന്നും അവിടുന്ന് ഓടി രക്ഷപ്പെട്ട അമേരിക്കൻ സൈനികരെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് $1 ലക്ഷം ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ അമേരിക്കൻ സൈനികർ ഈ യവനെപ്പോലെയുള്ള യുദ്ധക്കൊതിയൻ്റെ ജോലിക്കാരായി വന്ന് ഓരോ രാജ്യത്ത് കിടക്കുന്നവരാണ്. അവരുടെ മനസ്സിൽ എപ്പോഴും ഇതെങ്ങനെങ്കിലും തീർത്ത് കുടുംബത്തോടൊപ്പം പോയി ജീവിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പോഴാണ് അവർക്ക് വേണ്ടി $1 ലക്ഷം ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എവിടെ ഒളിച്ചിരിക്കും? ഇറാഖിലല്ലേ ഒളിച്ചിരിക്കുന്നത്. ആ ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ അവർ സുരക്ഷിതരാണോ? കാരണം അവിടുത്തെ ജനങ്ങൾക്ക് അവന്മാരെ ഇഷ്ടമല്ലല്ലോ. ഈ ഭരണകൂടത്തിൻ്റെ കളിപ്പാട്ടമായി അവിടെ കൊണ്ട് വെച്ചേക്കുന്നു എന്നുള്ളതല്ലാതെ അവിടുത്തെ ഗ്രൗണ്ടിലെ ജനതയ്ക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ വാർത്ത ഇറാൻ പറഞ്ഞത്, നെതന്യാഹു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവനെ എവിടെയും തിരഞ്ഞ് എങ്ങനെയും വേട്ടയാടി തങ്ങൾ ഇല്ലാതാക്കും എന്നാണ് IRGC പറഞ്ഞിരിക്കുന്നത്. അത് കേട്ടപാടെ തന്നെ കാലുവഴിയേ പൊയ്ക്കാണും. എന്താണെന്ന് വെച്ചാൽ ഇറാനിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരിക്കാൻ ഭയമൊന്നുമില്ല. അവർ മരിക്കാനായിട്ട് നിൽക്കുന്നവരാണ്. ഈ കാംനെയ്യുടെ തന്നെ എത്രയോ സ്റ്റേറ്റ്മെൻറ്റുകൾ മരണത്തിന് തയ്യാറാണ്, അതുറപ്പിച്ചാണ് ജീവിക്കുന്നതെന്നും അതിനെ ഭയപ്പെടുന്നില്ലെന്നും ആവർത്തിച്ച് പറയുന്നുണ്ടല്ലേ അവിടുത്തെ പ്രധാനമന്ത്രിയും വലിയ സുരക്ഷാ ഉപദേഷ്ടാവും അടക്കമുള്ളവർ 10,000-കണക്കിന് ആളുകളോടൊപ്പം ഖുദ്സിൻ്റെ റാലിയിൽ ഒക്കെ തെരുവിലൂടെ പങ്കെടുത്തത്. അമേരിക്കൻ വിമാനം വരാം, ബോംബിടാം, മരിക്കാം, അതൊന്നും ആർക്കും തടയാനൊക്കില്ലല്ലോ. ഈ ബാക്കിയുള്ളവരെ പോലെ സുരക്ഷിതമായ കവചങ്ങളിലും ബങ്കറുകളിലും അല്ലല്ലോ ഇരിക്കുന്നത്. ഇറാൻ്റെ ഇപ്പോൾ നെതന്യാഹുവിൻ്റെയൊക്കെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ചട്ടി വാങ്ങിച്ച് കുഴഞ്ഞെന്നാണ് പറയുന്നത്. കാരണം പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ എല്ലാ തരത്തിൽ നിന്നും ബാത്റൂമിൻ്റെ ക്ലോസറ്റിനകത്തുനിന്ന് വല്ലതും വരുമോ എന്ന് പേടിച്ച് അതുപോലും ഉപയോഗിക്കാതിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോഴാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്, എവിടെയായാലും എന്നായാലും പിന്തുടർന്ന് തങ്ങൾ വധിക്കും എന്ന് പറയുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, എത്ര സുരക്ഷാ വലയത്തിനുള്ളിലും ജീവനെ ഭയന്ന് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. സംഗതി ഇപ്പോൾ എവിടെ എത്തി? ഒരു കാര്യമില്ലാതെ തുടങ്ങി, ട്രംപും അകപ്പെട്ടു, ഇവരുടെയും സ്വസ്ഥത പോയി. കഷ്ടം.